ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി എല്ലാ ടീമുകളും ശക്തമായി തന്നെയാണ് ഒരുങ്ങുന്നത്. ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വേൾഡ് കപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന എന്ത് തരത്തിലും തങ്ങളുടെ കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കും ഇത്തവണ വേൾഡ് കപ്പിനെത്തുക. അതേസമയം ഇപ്പോൾ ഇതാ അർജന്റീന ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് നിലവിൽ ഫുട്ബോൾ ലോകത്ത് നിന്ന് പുറത്തു വരുന്നത്. ഫിഫയുടെ ഒരു ഇളവ് തന്നെ അർജന്റീനയ്ക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അർജന്റീനയുടെ ഡിഫൻസിലെ ഏറ്റവും ശക്തനായ ഏറ്റവും എക്സ്പീരിയൻസ് ആയ പോരാളിയാണ് നിക്കോളാസ് ഒട്ടാമെൻഡി, വേൾഡ് കപ്പ് ടീമിൽ സ്ഥാനം ഉറപ്പിച്ചയാൾ. എന്നാൽ നിക്കോളാസ് ഒട്ടാമെൻഡിക്ക് വേൾഡ് കപ്പിലെ അർജന്റീനയുടെ ആദ്യ പോരാട്ടത്തിൽ കളിക്കാൻ ഇറങ്ങാൻ സാധിക്കില്ലെന്നായിരുന്നു റിപ്പോർട്ട്. ഇതിന് കാരണവുമുണ്ട്. വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ അവസാന റൗണ്ട് പോരാട്ടത്തിൽ ഇക്വഡോറിനെതിരായുള്ള പോരാട്ടത്തിൽ താരം റെഡ് കാർഡ് കണ്ടിരുന്നു. ഒരു ഒഫീഷ്യൽ മത്സരത്തിലാണ് താരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇക്വഡോറിനെതിരായുള്ള പോരാട്ടത്തിന് ശേഷം ഒട്ടാമെൻഡിയും അർജന്റീനയും നിലവിൽ ഒരു ഒഫീഷ്യൽ മത്സരവും കളിച്ചിട്ടില്ല. ഫ്രണ്ട്ലി മത്സരങ്ങൾ മാത്രമാണ് കളിച്ചു തീർത്തത്. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിലെ ആദ്യ പോരാട്ടം ഒട്ടാമെൻഡിക്ക് നഷ്ടമാകുമെന്നായിരുന്നു റിപ്പോർട്ട്. നിക്കോളാസ് ഒട്ടാമെൻഡിയുടെ ഈ റെഡ് കാർഡ് വേൾഡ് കപ്പിലെ മത്സരത്തിന് ബാധകമാക്കരുതെന്നും ഇത് ഒഴിവാക്കി തരണമെന്നും ഫിഫയോട് അർജന്റീന അപ്പീൽ ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് വേൾഡ് കപ്പിലെ ആദ്യ പോരാട്ടത്തിൽ അർജന്റീനൻ താരത്തിന് ഇളവ് അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ താരത്തിന് വേൾഡ് കപ്പിലെ ആദ്യ പോരാട്ടത്തിൽ തന്നെ കളിക്കാനിറങ്ങാം. ഇത് ഏറെ സന്തോഷകരമായ ഒരു വാർത്ത കൂടിയാണ്. നിലവിൽ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും കൂടുതൽ വിശേഷങ്ങൾക്കും പെട്ടെന്നറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.